ഷിആയിസം അകവും പുറവും വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ പ്രൊഫസർ അബ്ദുറഹ്മാൻ ആദർശേരിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ ഇതുവരെയായി നിങ്ങൾ ശ്രവിച്ച വിഷയം വളരെ പ്രധാനപ്പെട്ടതും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായി നേർക്ക് ബന്ധപ്പെട്ടതുമായ വിഷയങ്ങളാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഒരുപക്ഷെ നിങ്ങൾക്ക് പോലും സംശയമുണ്ടാകും, നാം എന്തിനാണ് നമ്മുടെ നാട്ടിലില്ലാത്ത ഇറാനിലോ ഇറാഖിലോ മാത്രമുള്ള ചില കാര്യങ്ങൾ ഇവിടെ ഈ കേരളത്തിൽ ചർച്ച ചെയ്ത് ഇല്ലാത്ത ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ് എന്ന് ഒരുപക്ഷെ സ്വാഭാവികമായും അങ്ങനെ ചോദിക്കുവാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ പ്രതിപാദിക്കപ്പെട്ട വിശ്വാസപരമായ വൈകല്യങ്ങളുടെയും വ്യതിയാനങ്ങളുടെയുമെല്ലാം മൂലകാരണത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ നമുക്ക് ഈ വിഷയത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. എല്ലാ മതങ്ങളും ശുദ്ധമായ തൗഹീദിൻ്റെ ഏകദൈവവിശ്വാസത്തിൻ്റെ ആദർശവുമായി പ്രവാചകന്മാർ രംഗത്ത് വന്നു. അവരുടെ കാലശേഷം ആ ആശയങ്ങൾ പല മതങ്ങളിലും അട്ടിമറിക്കപ്പെടുകയും ചെയ്തു. നമുക്കറിയാം, ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ശുദ്ധമായ ഏകദൈവ വിശ്വാസവുമായിട്ടായിരുന്നു അവതരിച്ചത്. പക്ഷേ ഇന്ന് ഈസാ നബിയുടെ അനുയായികൾ എന്ന് പറയുന്നവർ അദ്ദേഹത്തെ പ്രവാചകന് പകരം ദൈവമാക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥാവിശേഷം നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ അതിൽ ചില ജൂത ഇടപെടലുകൾ സംഭവിച്ചത് കാരണമായിരുന്നു അങ്ങനെ സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അനുയായിയാകാതെ പ്രതിയോഗിയായി നിന്ന് പ്രവർത്തിച്ച ഒരാൾ, പൗലോസ് എന്നൊരാൾ, പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ആ മതത്തിൽ ചേരുകയും അതിൻ്റെ അപ്പോസ്തലനായി രംഗത്ത് വരികയും ഈസാ അലൈഹി സ്വലാമിൻ്റെ ആശയങ്ങളെ, തൗഹീദി ആശയങ്ങളെ അട്ടിമറിച്ച് ത്രിയേകത്വ സിദ്ധാന്തം നടപ്പാക്കുകയും അങ്ങനെ പൗലോസിൻ്റെ സുവിശേഷങ്ങളിൽ ഈ യഥാർത്ഥ ഈസാ അലൈഹി സ്വലാമിൻ്റെ പ്രബോധനത്തിന് നിരക്കാത്ത ബഹുദൈവത്വപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തു. ഇങ്ങനെ ഒരു മതത്തെ മാറ്റുവാൻ ആസൂത്രിതമായ ഒരു ശ്രമത്തിലൂടെ ഒരു ജൂത മനസ്സിന് സാധിക്കുകയുണ്ടായി. ആ ആശയം, ആ കാര്യം വിജയിക്കുകയും ചെയ്തു. ഇതുപോലെ ഇസ്ലാമിലും സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗാനന്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും കാലത്തൊന്നും ധൈര്യപ്പെടാത്ത ഒരു ജൂതൻ, അബ്ദുല്ലാഹ് ഇബ്നു സബൈ എന്ന ഒരു യമൻകാരനായ ജൂതൻ, ഇസ്ലാമിൽ ഞാൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് ഇസ്ലാമിന് അറിയാത്ത, ഏകദൈവത്വത്തിന് നിരക്കാത്ത പല ആശയങ്ങളും ഇസ്ലാം മതത്തിൽ പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുകയുണ്ടായി. അതേ തുടർന്നാണ് ഷിയായിസം എന്ന ഒരു ആശയം ലോകത്ത് ആദ്യമായി ഉത്ഭവിച്ചത്. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തു നിന്ന് പോയി, പക്ഷെ അദ്ദേഹം തിരിച്ചു വരും, ഈസാ നബി തിരിച്ചു വരുന്നത് പോലെ. മരിച്ചുപോയ അലി വീണ്ടും തിരിച്ചു വന്ന് ഈ ലോകത്ത് നീതി നടപ്പാക്കും. ഇതുപോലെ ഇസ്ലാമിന് നിരക്കാത്ത, ശുദ്ധമായ തൗഹീദിന് നിരക്കാത്ത ആശയങ്ങൾ ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിച്ചപ്പോൾ പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്നവരും ഇസ്ലാമിൻ്റെ ശത്രുക്കളായ മുനാഫിക്കുകളും ഇസ്ലാമിനെക്കുറിച്ച് മനസ്സിലാക്കാത്ത പലരും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിൽ ആകൃഷ്ടനായി. അങ്ങനെ ഇമാമിയത്ത് എന്ന, അഥവാ 12 ഇമാമുമാരിലൂടെ അള്ളാഹു സംസാരിക്കുന്നു, അവരിലൂടെ നമുക്ക് അള്ളാഹുവിൻ്റെ സന്ദേശമെത്തുന്നു എന്ന തികച്ചും ഇസ്ലാം വിരുദ്ധമായ ആശയം മുസ്ലിം ലോകത്ത് പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരാൾ ഒരാശയം സ്വീകരിച്ചത് കൊണ്ട് നമുക്ക് പ്രയാസമില്ല. അയാളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഷിയായിസത്തെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല.
ഒരാൾ ഖാദിയാനി മതം സ്വീകരിച്ചാൽ അയാൾ ഇസ്ലാം മത വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയും അയാളുടെ പരലോകം നഷ്ടത്തിലാവുകയും ചെയ്യും. അതുപോലെ ചേകനൂരിസം, അതുപോലെ എന്തെല്ലാം ഇസങ്ങൾ ഇസ്ലാമിൻ്റെ വിരുദ്ധമായി ലോകത്തുണ്ടായിട്ടുണ്ടോ അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മെ വ്യക്തിപരമായി ബാധിക്കാത്ത പ്രശ്നമാണ്. ആ ആശയം സ്വീകരിച്ച ഒരാൾ സ്വാഭാവികമായി അയാൾ വഴികേടിലാവും, അല്ലെങ്കിൽ അയാൾ വഴികേടിലാക്കുന്ന ആളുകൾ വഴികേടിലാവും എന്ന് മാത്രം. എന്നാൽ ഷിയാക്കൾ മുസ്ലിങ്ങളെക്കുറിച്ച് വിശ്വസിക്കുന്നത് മുസ്ലിങ്ങളുടെ രക്തം ചിന്തൽ പുണ്യമാണ് എന്നാണ്. ഇതുകൊണ്ടാണ് നാം ഇതുപോലുള്ളൊരു വിഷയം നാം ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം. അവരുടെ ഏറ്റവും വലിയ മുഫസ്സിറായ ബാബവൈഹി അൽ ഖുമ്മി എന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഇലലുശ്ശറായി എന്ന പുസ്തകത്തിൽ പറയുന്നു, ഖുൽതുലി അബി അബ്ദില്ല മാ തഖൂലു ഫി ഖത്ലിൻ നവാസിബ്. നാസിബികൾ അഥവാ സുന്നികൾ അവർ വിളിക്കുന്ന ഒരു അപരനാമമാണ് നാസിബികൾ. നാസിബ് എന്ന് പറഞ്ഞാൽ അല്ലദീ നാസബൽ അദാ അലി അലീബിൻ അബി താലിബ്, അലി റളിയല്ലാഹു അൻഹുവിനോട് ശത്രുത പ്രഖ്യാപിച്ചവർ. ഇവരെ കൊല്ലുന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയുന്നു എന്ന് ഷിയാക്കളുടെ 4ാമത്തെ ഇമാമായ അബൂ അബ്ദില്ല അഥവാ ജാഫർ സാദിഖിനോട് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹലാലുദ്ദം കാല ഹലാലുദ്ദം വലാക്കിന്നി അത്തഖി അലൈക്കും ഫൈൻ ഖദിർത അൻ തുഖല്ലിബ അലൈഹി ഹാഹിത്തൻ ഔ തുഗ്രികഹു ഫീ മാഇൻ ലികൈല യഷ്ഹദ ബിഹി അലൈക ഫഫ്അൽ. അവരുടെ രക്തം അനുവദനീയമാണ്, പക്ഷേ ഞാൻ എന്നോടൊരു കാര്യം ഉപദേശിക്കുന്നു, എനിക്ക് സാധിക്കുമെങ്കിൽ നേർക്ക് നേരെ കൊല്ലാതെ ഒരു മതിൽ അവരുടെ മേൽ തള്ളിയിടുകയോ മുക്കിക്കൊല്ലുകയോ ചെയ്യുക, എന്നാൽ ആളുകൾ നിന്നെ തെറ്റിദ്ധരിക്കുകയില്ല. അഥവാ ഇത് പുണ്യമാണ് എന്ന്, സുന്നിയുടെ രക്തം ചിന്തൽ പുണ്യമാണ് എന്ന് അവർ വിശ്വസിക്കുന്നു. അത് അവരുടെ മറ്റൊരു നേതാവ് നിഅമത്തുല്ലാഹിൽ ജസായിരി അദ്ദേഹത്തിൻ്റെ അൽ അൻവാറുൻ നൊമാനിയയിൽ പറയുന്നു, ജവാസു ഖത്ലിഹിം വ ഇസ്തിബാഹത്തു അംവാലിഹിം. ഒരു ഹെഡിങ്ങാണ്, അവരെ കൊല്ലൽ അനുവദനീയവും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കൽ അനുവദനീയവും എന്ന ഒരു ഹെഡിങ്, ഒരു അധ്യായം. ഇനി ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇപ്പോൾ മുസ്ലിം ലോകത്തെ വർത്തമാനകാല സംഭവങ്ങളിലേക്ക്. ഇന്ന് ലോകത്ത് സമാധാനത്തിൻ്റെ മതം എന്ന് നമ്മൾ മതസംഘടനകൾ ആഴ്ചതോറും ക്യാമ്പയിൻ നടത്തുന്ന ഇസ്ലാം ശാന്തിയുടെ മതം, ഇസ്ലാം സമാധാനത്തിൻ്റെ മതം, ഇസ്ലാം മനുഷ്യസ്നേഹത്തിൻ്റെ മതം എന്നൊക്കെ പറഞ്ഞ് ക്യാമ്പയിൻ നടത്തുന്ന നമ്മോട് ഇവിടെ എതിർവിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ അമുസ്ലിങ്ങളാരെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ എന്തുത്തരം പറയും? ലോകത്തെ ഏറ്റവും അസമാധാനത്തിൻ്റെ കേന്ദ്രങ്ങൾ നിങ്ങളുടെ മുസ്ലിം രാജ്യങ്ങളാണല്ലോ. ലോകത്തെ ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിലുകൾ നടക്കുന്നത് മുസ്ലിങ്ങളുടെ മധ്യപൗരസ്ത്യ അറബ് ദേശങ്ങളിലാണല്ലോ. ലോകത്തെ ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ, ലോകത്തെ മൊത്തം അഭയാർത്ഥികളിൽ 80% മുസ്ലിങ്ങളാണല്ലോ എന്ന് ചോദിച്ചാൽ നാം എന്തുത്തരം പറയും? ഇവിടെയാണ് ഷിയായിസത്തിൻ്റെ പ്രസക്തി. ഇന്ന് ലോകത്തെ, വിശിഷ്യ അറബ് ലോകത്തെ എല്ലാ തരത്തിലുള്ള അസമാധാനങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കുന്ന ചാലകശക്തി ഈ പ്രസ്ഥാനമാണ് എന്ന്, ഈ ആശയമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എവിടെയാണ് ഇന്ന് അസമാധാനങ്ങൾ മുസ്ലിം ലോകത്ത് ഏറ്റവും കൂടുതൽ? സിറിയ, ഇറാഖ്, ലബനാന്, യമൻ, അറബ് രാജ്യങ്ങളിലെ ബഹ്റൈൻ പോലുള്ള പ്രദേശങ്ങൾ. എങ്ങനെയാണ് ഈ രാജ്യങ്ങൾ ഈ രീതിയിൽ അസമാധാനത്തിലേക്കും കൊലയിലേക്കും കൊള്ളയിലേക്കും നയിച്ചത്? 1990 ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ നേതാവ്, ആത്മീയ നേതാവ് അലി ഖാംനൈ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കുകയുണ്ടായി. അദ്ദേഹം ആ രാജ്യത്തെ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനായ അലി ലാറിജാനിയെ നേതൃത്വത്തിൽ ചുമതലപ്പെടുത്തിയ ആ പ്രോജക്റ്റ് ഖുത്ത ഖംസീനിയ അഥവാ 50 വർഷ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നു. 50 വർഷം കൊണ്ട് മുസ്ലിം ലോകത്തെ പൂർണ്ണമായും ഷിയാവൽക്കരിക്കുന്ന അതിൻ്റെ പദ്ധതികൾ വിശദീകരിക്കുന്ന ഒരു പ്രോജക്റ്റായിരുന്നത്.
ആ പ്രോജക്റ്റിൻ്റെ വിജയമായി ഇന്ന് ഇറാഖ്, സിറിയ, ലബനാൻ, യമൻ തുടങ്ങിയ 4 രാജ്യങ്ങൾ ഷിയ രാജ്യങ്ങളായി പരിവർത്തിക്കപ്പെട്ടു. അതിനവർ ചെയ്ത തന്ത്രങ്ങൾ എന്തായിരുന്നു? ആ തന്ത്രങ്ങളുടെ ഫലമായിരുന്നു ഈ രാജ്യങ്ങളിൽ നടന്ന രക്തച്ചൊരിച്ചിലുകളും പാലായനങ്ങളും കലാപങ്ങളും കൂട്ടക്കുരുതികളും. പക്ഷേ ഇത് ദേശീയ മാധ്യമങ്ങളിലോ നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളോ വായിച്ച ഒരാൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. അറബ് ലോകത്തെ മാധ്യമങ്ങളും ചാനലുകളും നിരന്തരമായി നിരീക്ഷിക്കുന്ന ഒരാൾ ഗൾഫിൽ പോയി ജോലി ചെയ്തത് കൊണ്ട് ഈ കാര്യം മനസ്സിലാകണമെന്നില്ല. അറബ് ലോകത്തെ രാഷ്ട്രീയ വിശാരദന്മാരും പണ്ഡിതന്മാരും എഴുത്തുകാരും അവരെ നിരന്തരമായി പിന്തുടരുന്ന ഒരാൾക്ക് ഈ കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. ബഷാറുൽ അസദ് എന്ന ക്രൂരനായ നുസൈരി ഷീഈ വർഗത്തിൽപ്പെട്ട ഒരു നേതാവ്, അദ്ദേഹമായിരുന്നു കഴിഞ്ഞ 10-15 വർഷമായി സിറിയ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പിതാവ് ഹാഫിസുൽ അസദ് വർഷങ്ങൾക്ക് മുമ്പ് പട്ടാള അട്ടിമറിയിലൂടെ, ഏകാധിപത്യത്തിലൂടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ബാഴ്സ് പാർട്ടിയിലൂടെ സിറിയയുടെ അധികാരം പിടിച്ചെടുക്കുകയുണ്ടായി. പിന്നീട് മകന് അധികാരം ഏൽപ്പിച്ചു. അറബ് ലോകത്ത് അറബ് വസന്തം എന്ന പേരിൽ ഏകാധിപത്യ ഭരണകൂടങ്ങൾക്കെതിരിൽ നടന്ന പോരാട്ടങ്ങളുടെ ഫലമായി സിറിയയിലെ ജനങ്ങളും ബഷാർ എന്ന ഏകാധിപതിക്കെതിരിൽ രംഗത്ത് വന്നപ്പോൾ അയാൾ ആ നാട്ടിലെ സമൂഹത്തെ, മുസ്ലിങ്ങളെ അഥവാ സുന്നികളെ ക്രൂരമായി കൊലപ്പെടുത്തുകയുണ്ടായി, ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം. അതിന് അദ്ദേഹത്തെ സഹായിച്ചത് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ നേതൃത്വമായിരുന്നു. 10% വരുന്ന ഷിയ ഭരണകൂടം 90% വരുന്ന സുന്നി സമൂഹത്തെ പല പ്രദേശങ്ങളിൽ നിന്നും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുകയുണ്ടായി. ഹലപ്പോ, നിങ്ങൾ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും. ഹലപ്പോ, ഹിംസ്, ഹുമാ തുടങ്ങിയ സുന്നി ഭൂരിപക്ഷ പ്രദേശങ്ങളെ റഷ്യയുടെ നേതൃത്വത്തിൽ ആകാശത്ത് നിന്ന് ബോംബിട്ട് പൂർണ്ണമായും വലിയ പട്ടണങ്ങൾ സമ്പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയുണ്ടായി. സുന്നി സമൂഹങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കും. 10 ലക്ഷം സുന്നികളെ കശാപ്പ് ചെയ്യുകയുണ്ടായി ബോംബിങ്ങിലൂടെ. അതിനവരെ നേതൃത്വം നൽകിയത് ഇറാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന ഷിയ രാഷ്ട്രമായിരുന്നു അയാളെ സഹായിച്ചത്. അവരും ഇറാഖിൽ നിന്നും ലബനാനിൽ നിന്നും യമനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും സുന്നികളെ കൊല്ലുവാൻ നേർച്ചയാക്കിപ്പോയ ഷിയ മിലിറ്റൻറ്റുകൾ, 10 ലക്ഷത്തിലധികം വരുന്ന ഷിയ മിലിറ്റൻറ്റുകൾ ആ രാജ്യത്തെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞു. പക്ഷേ മലയാളികളായ നമ്മളിതൊന്നും നമ്മളെ മലയാള പത്രങ്ങളിൽ വരാത്തത് കൊണ്ട് നമുക്കതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെ പോയി. 1.5 കോടി സുന്നികളെ പൂർണ്ണമായും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥികളായി ഇന്നും തെണ്ടി നടക്കുകയാണ്. അപ്പോൾ 10% ഷിയാക്കൾ ഭൂരിപക്ഷം വരുന്ന സുന്നികളെ 1.5 കോടിയെ നാട് കടത്തി 10 ലക്ഷത്തെ കൊന്നൊടുക്കി. 5000 വരുന്ന സുന്നി പള്ളികൾ ബോംബിട്ട് തകർത്തു. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഇമാം നബവി, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ തുടങ്ങിയവരുടെ ഖബറുകൾ തകർത്തു. അങ്ങനെ പൂർണ്ണമായും ഒരു സുന്നി ഉന്മൂലനത്തിന് ഇറാൻ്റെ നേതൃത്വത്തിൽ സിറിയയിൽ സംഭവിച്ചു. ഇത് തന്നെയാണ് ഇറാഖിലും സംഭവിച്ചത്. ഇറാഖിലെ ഏറ്റവും വലിയ പട്ടണമാണ്, സുന്നികൾ പാർക്കുന്ന പട്ടണമാണ് മൗസിൽ. മൊസൂൾ എന്ന് മലയാളത്തിൽ പറയുന്ന മൗസിൽ. മൗസിലിൽ ഇതേ ടീം ഇറാഖിൽ നിന്നും യമനിൽ നിന്നും ഇറാനിൽ നിന്നും വരുന്ന ഷിയാ സമൂഹം അൽ അഷ്തു ഷാബി എന്ന പേരിൽ തമ്പടിക്കുകയും അങ്ങനെ സുന്നി സമൂഹങ്ങളെ, ഇവിടെ സുന്നി സമൂഹം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സുന്നി എന്ന് പറയുന്നത് മുസ്ലിം ലോകത്ത് ഷിയ വിഭാഗം അല്ലാത്ത എല്ലാ വിഭാഗങ്ങളെയും സുന്നികൾ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ സുന്നി മുജാഹിദ് തുടങ്ങിയ വിഭജനമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലോകത്ത് മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ മറ്റുള്ളവർ 2 രീതിയിലാണ് വിഭജിച്ചിട്ടുള്ളത്. ഒന്ന് ബഹുഭൂരിപക്ഷമായ അഹ്ലുസുന്ന, മറ്റൊന്ന് ന്യൂനപക്ഷമായ 10% വരുന്ന ഷിയകൾ. ആ ഷിയകൾ തന്നെ പല അവാന്തര വിഭാഗങ്ങളുമുണ്ട്. പക്ഷേ ഇറാൻ നേതൃത്വം നൽകുന്നത്
ഇമാമിയ അഥവാ 12 ഇമാമുമാരിൽ വിശ്വസിക്കുന്ന ഇസ്നാ അശ്രി എന്നും റാഫിലി എന്നും ഇമാമി എന്നൊക്കെ വിളിക്കുന്ന ഷിയ വിഭാഗമാണ്. ഈ സിറിയയിൽ ഭരിക്കുന്നത് ഈ ഇമാമി ഷിയികളല്ല, അവിടെ അതിനേക്കാൾ തീവ്രമായ ഇസ്മായിലി വിഭാഗത്തിൽപ്പെട്ട നസീരികളാണ്. നസീരികളുടെ വിശ്വാസപ്രകാരം അള്ളാഹുവിൻ്റെ അവതാരമാണ് അലി എന്നാണ്, അലിയുടെ അവതാരമാണ് സൽമാനുൽ ഫാരിസി എന്നാണ്, സൽമാനുൽ ഫാരിസിയാണ് മഴ വർഷിപ്പിക്കുന്നത് എന്നാണ്, ആകാശത്തെ നിയന്ത്രിക്കുന്നത് വേറെ അവരുടെ മിഖ്ദാദ് എന്ന മറ്റൊരാളാണ് എന്നാണ്. ഈ രീതിയിൽ തികച്ചും അനിസ്ലാമികമായ ബഹുദൈവത്വപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മതവിഭാഗമാണ് നസീരികൾ. ആ നസീരികളെയാണ് സുന്നി സമൂഹത്തെ അഥവാ ഷിയാക്കളല്ലാത്ത സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ഇറാൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സഹായം സിറിയയിൽ മാത്രമല്ല ഇറാഖിലും 60% വരുന്ന ഭൂരിപക്ഷമുള്ള സുന്നി സമൂഹങ്ങളെ ഇന്ന് ഇറാൻ്റെ ഈ നശീകരണത്തിലൂടെ സുന്നികളവിടെ ന്യൂനപക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഇതുപോലെ സുന്നി സമൂഹങ്ങൾ അതീവ ആസൂത്രിതമായിട്ട് നശിപ്പിക്കുന്ന ഇറാൻ പ്രോജക്റ്റ് ഖുത്ത ഹംസീനിയ 50 വർഷ പദ്ധതിയുടെ വിജയം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളിലും ബഹുഭൂരിപക്ഷ രാഷ്ട്രങ്ങളിലും സുന്നി സമൂഹങ്ങളെ തന്ത്രപരമായി മാറ്റുകയും അങ്ങനെ ലോകത്തെ ജനസംഖ്യാനുപാതത്തെ തകിടം മറിക്കുകയും ചെയ്യുക എന്ന വലിയൊരു പ്രോജക്റ്റ് ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ആ ഖുത്ത ഹംസീനിയ എന്ന പ്രോജക്റ്റ് ചോർന്ന് സുന്നികളുടെ കയ്യിൽ ലഭിക്കുകയുണ്ടായി. ഇറാൻ്റെ ഉള്ളിലും പുറത്തും എങ്ങനെ സുന്നി സമൂഹങ്ങളെ തങ്ങളുടെ വരുതിയിലേക്ക് മാറ്റാമെന്ന വളരെ ആസൂത്രിതമായി ഈ പ്രോജക്റ്റിന് നേതൃത്വം നൽകിയത് അമേരിക്കയിലെ മസാച്യുസെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ ശാസ്ത്രം പഠിച്ച അലി ലാറിജാനി എന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. കഴിഞ്ഞ 30 കൊല്ലമായി അവർ ഈ പ്രോജക്റ്റ് നടപ്പായിക്കൊണ്ട്. പക്ഷേ സുന്നി ലോകം മുസ്ലിം ലോകം ഉറങ്ങിക്കിടന്നതിൻ്റെ ഫലമായി ഇന്ന് 4 തലസ്ഥാനങ്ങൾ സുന്നികൾക്ക് മുസ്ലിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഇറാഖ്, സിറിയ, ലബനാന്, യമൻ. ഈ രാജ്യങ്ങളുടെ ഉള്ളിലാണ് അറേബ്യൻ ഉപദ്വീപ്, സൗദിയും കുവൈത്തും ഖത്തറും ഒമാനും ഉൾക്കൊള്ളുന്ന ബഹ്റൈനും ഉൾക്കൊള്ളുന്ന സുന്നി അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഈ 4 ഷിയാക്കളാൽ ചുറ്റപ്പെട്ട രാജ്യങ്ങളുടെ ഉള്ളിൽപ്പെട്ടുപോയി. ഇന്ന് ഒരു കാലത്ത് അമേരിക്കയോട് ഏറ്റവും ശത്രുത പ്രഖ്യാപിച്ചിരുന്ന, ഇസ്രായേലിനോട് ഏറ്റവും ശത്രുത പ്രഖ്യാപിച്ചിരുന്ന, അഥവാ വാക്കിൽ മാത്രം ശത്രുത പ്രഖ്യാപിച്ച് ഉള്ളിലൂടെ രഹസ്യമായ അതീവ ബന്ധം പുലർത്തിയിരുന്ന, ഇപ്പോഴും പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ ഈ വാചക കസർത്തിൽപ്പെട്ട് മുസ്ലിം ലോകം ഇറാൻ ഭയങ്കര സാമ്രാജ്യത്വ വിരോധികളാണ്. നമ്മുടെ രാജ്യത്തെ പല ആളുകളും പല മതസംഘടനകളും ഇറാൻ സാമ്രാജ്യത്വ വിരോധികളാണ്, ഇറാൻ ഈ ജൂത വിരുദ്ധരാണ്, ഇസ്രായേൽ വിരുദ്ധരാണ്, അമേരിക്കൻ വിരുദ്ധരാണ് എന്ന പാട്ട് കഴിഞ്ഞ 30 വർഷമായി ഇവിടെ അവതരിപ്പിക്കുകയാണ്. കാര്യമറിയാതെയായിരുന്നു നമ്മുടെ സഹോദരങ്ങളാ ചെയ്തത്. ഇറാനും ഇസ്രായേലും അമേരിക്കയും ഒരേ നാണയത്തിൻ്റെ വിവിധ പുറങ്ങളാണ്. ഒരു അമേരിക്കയിൽ പ്രവർത്തിക്കുന്ന ഒരു ഇറാനി ചിന്തകൻ മജൂസിയായ ഡോക്ടർ ട്രിറ്റ പാർസി എന്ന ഒരാൾ എഴുതിയൊരു പുസ്തകമുണ്ട്, സീക്രട്ട് ഡീലിങ്സ് ബിറ്റ്വീൻ US, ഇറാൻ ആൻഡ് ഇസ്രായേൽ. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള രഹസ്യബാന്ധവം എന്ന ഈ പുസ്തകത്തിൽ, ഇതൊരു സലഫിയോ ഒരു വഹാബിയോ എഴുതിയ പുസ്തകമല്ല, ഒരു മജൂസി അമേരിക്കയിൽ ജോൺ ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ റിലേഷൻസ് അധ്യാപകനായ ഡോക്ടർ ട്രിറ്റ പാർസി എന്ന ഇറാനിയായ മജൂസിയായ ഇറാനിൽ അമേരിക്കയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇറാനിയൻ അമേരിക്കൻ കൗൺസിലിൻ്റെ ചെയർമാനായ ഡോക്ടർ ട്രിറ്റ പാർസി 130 അമേരിക്കയിലെയും ഇറാനിലെയും ഇസ്രായേലിലെയും 130ഓളം വരുന്ന ഡിപ്ലോമാറ്റുകളോട് നയതന്ത്ര പ്രതിനിധികളുമായി നടത്തിയ ഇൻ്റർവ്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഈ പുസ്തകത്തിൽ ശക്തമായ ഇറാൻ അമേരിക്കൻ ഇസ്രായേൽ ബന്ധത്തിൻ്റെ വ്യക്തമായ ചിത്രം. അയാളൊരു ഇറാനി വിരോധിയല്ല, ഇറാനിന് വേണ്ടി പണിയെടുക്കുന്ന ആളാണ്. പക്ഷേ അയാളുടെ വിഷയം ഇതായതുകൊണ്ട് അദ്ദേഹം ഈ വിഷയം
വളരെ ശക്തമായ തെളിവുകൾ സമർത്ഥിച്ചുകൊണ്ട് പറയുന്നു. മധ്യപൗരസ്ത്യ ദേശത്ത് ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആകെ വിയോജിപ്പ്, മധ്യപൗരസ്ത്യ ദേശത്തെ ആധിപത്യം തങ്ങൾക്കാണെന്ന് ഇറാനും തങ്ങൾക്കാണെന്ന് ഇസ്രായേലും വിശ്വസിക്കുന്നു. അതിൻ്റെ പേരിലുള്ള സ്ട്രാറ്റജിക്കൽ സംഘർഷം മാത്രമാണ് ആ രാജ്യം തമ്മിലുള്ളത്. ആ രണ്ട് രാജ്യങ്ങളും ഐഡിയോളജിക്കലായി ഈ രണ്ട് കൂട്ടരും ഒരേ ആശയമാണ് വിശ്വസിക്കുന്നത്. കാരണം മധ്യപൗരസ്ത്യ അറബ് ദേശത്തെ മതപരമായും ഭാഷാപരമായും വർഗപരമായും മേധാവിത്വപരമായും സൈനികമായും എല്ലാം ഈ രണ്ട് രാഷ്ട്രങ്ങളും അറബ് സമൂഹത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇറാൻ വിശ്വസിക്കുന്നത് ഷീഈ മതത്തിലാണ്, ഇസ്രായേൽ വിശ്വസിക്കുന്നത് ജൂത മതത്തിലാണ്. ഇറാൻ്റെ ഭാഷ പേർഷ്യൻ ഭാഷയാണ്, ഇസ്രായേലിൻ്റെ ഭാഷ ഹീബ്രു ഭാഷയാണ്. ഇറാനും ഇസ്രായേലും തമ്മിൽ മധ്യപൗരസ്ത്യ ദേശത്ത് അറബികളോട്, ആ രാജ്യത്തെ പൊതുസമൂഹത്തോട് തീർത്തും വ്യത്യസ്തമായ രണ്ട് രാഷ്ട്രങ്ങൾ. ഈ രാഷ്ട്രങ്ങൾ രണ്ടു കൂട്ടരും ഈ സമൂഹത്തെ അടിച്ചൊതുക്കുവാനും ആധിപത്യം പുലർത്തുവാനും ആഗ്രഹിക്കും. അതിന് വേണ്ടിയുള്ള ചെറിയ കശപിശയല്ലാതെ അടിസ്ഥാനപരമായി ഈ രണ്ട് രാഷ്ട്രങ്ങളും വളരെ സൗഹാർദ്ദത്തിലും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നവരുമാണ് എന്നാണ് ഈ പുസ്തകത്തിൽ ഡോക്ടർ ട്രിറ്റ പാർസി തെളിയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കേരളത്തിൽ ജീവിക്കുന്ന നമ്മളും വിശ്വസിക്കുന്നു അറബികളൊക്കെ സാമ്രാജ്യത്തെ അമേരിക്കയുടെ മൂടുതാങ്ങികളാണ്. ഇറാൻ മാത്രമാണ് അമേരിക്കൻ വിരുദ്ധർ, സാമ്രാജ്യത്വ വിരുദ്ധർ. അതുകൊണ്ട് ഇറാനെയാണ് പിന്തുണയ്ക്കേണ്ടത് എന്ന് പലരും പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, കഴിഞ്ഞ 30 വർഷമായി വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. ഈ തെറ്റിദ്ധാരണ തന്നെയായിരുന്നു ഈ ഷീഈസത്തെക്കുറിച്ചുമുള്ള അത് ഇസ്ലാമിൻ്റെ ഒരു ഉപവിഭാഗമാണ്. മുസ്ലിങ്ങൾ 2 വിഭാഗമാണ്, സുന്നികളെന്നും ഷീകളെന്നും. ഇമാം ഖുമൈനി ലോകത്തെ ഏറ്റവും ആർജവമുള്ള നേതാവാണ്. അറബികളെപ്പോലെ സാമ്രാജ്യത്തിൻ്റെ മൂടുതാങ്ങിയല്ല, അവരോട് വിപ്ലവം നയിക്കുന്ന, അവരുടെ മുമ്പിൽ നട്ടെല്ല് നിവർത്തി നിൽക്കുന്ന നേതാവാണ് എന്നൊക്കെ തെറ്റിദ്ധാരണ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. നമ്മളടക്കം കേരളത്തിലെ സലഫികളും ഇസ്ലാഹികളുമെല്ലാം അവരടക്കം അത് വിശ്വസിച്ചു പോയി. കാരണം അവർക്ക് അറബ് ലോകത്തിൽ നിന്ന് വരുന്ന വാർത്തകളെക്കുറിച്ചുള്ള പഠനങ്ങളെക്കുറിച്ചൊന്നും അവർക്ക് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തെറ്റിദ്ധാരണയിൽ എല്ലാവരും കൂടി. ഡോക്ടർ യൂസുഫുൽ ഖർലാവി കഴിഞ്ഞ 30 വർഷമായി സുന്നി ഷീഈ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന തഖ്രീബുൽ മദാഹിബിൽ ഇസ്ലാമിയ എന്ന സംഘടനയുടെ തലപ്പത്ത് പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു. ഇറാനാണ് ഈ സംഘടനയുടെ ചാലകശക്തി, കെയ്റോയാണ് ഇതിൻ്റെ ആസ്ഥാനം. പക്ഷേ ഈ തഖ്രീബ് സമന്വയത്തിൻ്റെ ഒരു ഭാഗത്ത് സമന്വയം പറയുകയും മറുഭാഗത്ത് സ്വന്തം രാജ്യത്തിൻ്റെ ഉള്ളിലും പുറത്തും സുന്നി സമൂഹങ്ങളെ കൂട്ടക്കശാപ്പ് ചെയ്യുകയും ചെയ്യുന്നത് തിരിച്ചറിഞ്ഞപ്പോൾ ഡോക്ടർ ഖർലാവി കഴിഞ്ഞ 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ചു, ഞാൻ 30 വർഷം എൻ്റെ ജീവിതം പാഴാക്കി. ലയ്യാഴ്ത്തു ഒമ്രി സലാസീന സന. എന്തിനു വേണ്ടി പാഴാക്കി? സുന്നി ഷീഈ ഐക്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം പാഴാക്കി. അതൊരിക്കലും പാടില്ലാത്തതായിരുന്നു. ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അമേരിക്കയും ഇസ്രായേലുമല്ല, ഇറാനാണ് എന്ന് ഡോക്ടർ യൂസുഫുൽ ഖർലാവിയെ കൊണ്ട് പറയിപ്പിച്ചത് ഈ ക്രൂരമായ സുന്നി നരഹത്യയായിരുന്നു. പക്ഷേ ഇപ്പോഴും കേരളത്തിലെ നമ്മളടക്കമുള്ളവർ ആരാണ് ഇറാൻ, എന്താണ് അവരുടെ ഐഡിയ, എന്താണ് അവരുടെ ആശയം എന്നതിനെക്കുറിച്ച് അറിയാത്ത ഇപ്പോഴും നമ്മുടെ മലയാള പത്രങ്ങളിൽ ഇറാൻ അനുകൂലമായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അഥവാ ലോകത്ത് എന്ത് നടക്കും, നിങ്ങൾ അൽ ജസീറ ചാനൽ, അൽ അറബിയ ചാനൽ, അൽ അറബി 21, അൽ അറബി അൽ ജദീദ് തുടങ്ങിയ വാർത്താ പോർട്ടലുകളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ ഈ അറബ് ലോകത്തെ, ഇസ്ലാമിക ലോകത്തെ നശിപ്പിക്കുവാനുള്ള ഇറാൻ്റെ പ്രോജക്റ്റുകളെക്കുറിച്ചുള്ള വ്യക്തമായ വിവരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ വിദ്യാർത്ഥി സമൂഹം, ഞാൻ ഒരു വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇവിടെയുള്ള പഠിക്കുന്ന ഇസ്ലാമിൻ്റെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്ന
ഇസ്ലാമിക ലോകത്തിൻ്റെ വർത്തമാനകാല സാഹചര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അറബികൾ കഴിഞ്ഞ 30 വർഷം മുമ്പ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്ന ഈ അപകട അവസ്ഥയെക്കുറിച്ച് 30 വർഷം മുമ്പ് കുവൈത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക് രാഷ്ട്രീയ വിശാരദനായ ഡോക്ടർ അബ്ദുള്ള നഫീസി അറബി ഭരണാധികാരികളെ ഉണർത്തിയിരുന്നു. അബ്ദുള്ള നഫീസ് പറഞ്ഞു, ഇറാൻ വലിയ ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നുണ്ട്. നിങ്ങൾ അറബികളെ നിങ്ങൾ ഉറങ്ങിക്കെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യം മഹാ കഷ്ടമാണ്. ഇത് പറയുന്ന ആളൊരു ഇസ്ലാമിക പണ്ഡിതനല്ല, ഒരു സലഫിയല്ല, ഒരു ഇസ്ലാമിസ്റ്റ് അല്ല, കേവലം മധ്യപൗരസ്ത്യ ദേശത്തെ രാഷ്ട്രീയ വികാസങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ ഒരു രാഷ്ട്രീയ വിശാരദൻ മാത്രമാണ്. അദ്ദേഹം സൗദിക്ക് മുന്നറിയിപ്പ് നൽകി, UAEക്ക് മുന്നറിയിപ്പ് നൽകി, ഖത്തറിനും കുവൈത്തിനും മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഈ ഭരണകൂടങ്ങളൊന്നും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും കുടുങ്ങി. സൗദിക്ക് തിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത ഒരു ഭാഗത്ത് ഇറാൻ യമനിലെ ഊസികളെ ഇളക്കി വിടുമ്പോൾ അവരെ ആക്രമിക്കണം, മറുഭാഗത്ത് സിറിയയിൽ സുന്നികളെ കൊന്നൊടുക്കുമ്പോൾ അതിന് പ്രതികരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും സൗദിൻ്റെ ഉള്ളിൽ ഖത്തീഫിലും അൽഹസയിലും ഇറാൻ്റെ ഷിയ ഏജൻറ്റുമാർ രാജ്യത്തിൻ്റെ സമാധാനത്തിന് ഭീഷണിപ്പെടുത്തുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അറബി ഭരണാധികാരികൾ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബുദ്ധിയുള്ള ആളുകൾ, ദൂരക്കാഴ്ചയുള്ള ആളുകൾ 30 വർഷം മുമ്പ് ഇവരെ ഉണർത്തിയപ്പോൾ അവർ ഉണർന്നില്ല. അതിൻ്റെ ഫലം ഇന്ന് അറബ് ലോകം അനുഭവിച്ചു. നാളെ നമ്മുടെ കേരളവും നമ്മൾ അനുഭവിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, കേരളക്കാരെങ്ങനെ ഷിയാവും? കേരളത്തിലെ പോലെ കേരള മുസ്ലിങ്ങൾ ആചരിക്കുന്ന എല്ലാ തരം അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും പുലർത്തുന്ന ഒരു സുന്നി മുസ്ലിം സമൂഹമാണ്. ഇവിടെ ഞാൻ സുന്നി എന്ന് പറയുമ്പോൾ കേരളത്തിലെ സുന്നിയാണ് ഉദ്ദേശിക്കുന്നത്. ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ ഇസ്ലാമിക രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. ഇന്തോനേഷ്യയിൽ 1982 ഹുസൈൻ ഹബ്സി എന്ന അവിടുത്തെ ഒരു സുന്നി പണ്ഡിത സംഘടനയുടെ വൈസ് പ്രസിഡന്റ് ഷിയായിസം സ്വീകരിക്കുകയുണ്ടായി രഹസ്യമായി. ഷിയായിസം രഹസ്യമായിട്ടാണ് വരിക, പരസ്യമായി ഒരിക്കലും വരില്ല. കേരളത്തിൽ ആരെല്ലാം ഷിയായിസം സ്വീകരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. കാരണം ഷിയാക്കളുടെ അഖീദയുടെ ഭാഗമാണ് തഖിയ്യ അഥവാ കാപ്പട്യം. മൻ ലാ തഖിയ്യത ലഹു ലാ ദീന ലഹു, കാപ്പട്യമില്ലാത്തവന് മതമില്ല. അഥവാ സുന്നി സമൂഹത്തിൽ സുന്നിയായി അഭിനയിച്ച് സുന്നികളുടെ വിശ്വാസത്തെ നശിപ്പിക്കുക എന്ന ഐഡിയക്കാണ് തഖിയ്യ എന്ന് പറയുക. ഇതുപോലെ ഇന്തോനേഷ്യയിൽ സുന്നി പണ്ഡിത സംഘടനയുടെ നേതാവ് ഷിയായി. അയാൾ കുറേ സ്വന്തം ചെലവിൽ വിദ്യാർത്ഥികളെ കൊമ്മിലേക്ക് പറഞ്ഞയക്കുകയുണ്ടായി ഷിയായിസം പഠിക്കുവാൻ വേണ്ടി. മുസ്ലിങ്ങൾ മദീന യൂണിവേഴ്സിറ്റിയിലേക്കും അൽ അസ്ഹറിലേക്കും മതപഠനം പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പറഞ്ഞയക്കുന്നത് പോലെ ഷിയാക്കൾ അവരുടെ മതം പഠിക്കാൻ വേണ്ടി ഇറാനിലെ കൊമ്മിലേക്കും ഇറാഖിലെ നജഫിലേക്കുമാണ് പറഞ്ഞേക്കുക. അവരുടെ മതപാഠശാലകൾ അവിടെയാണ്, നജഫിലും കൊമ്മിലും. അതിനെ ഹൗസ എന്നാണ് പറയുക, ഹൗസ ഇൽമിയ, മതകലാലയങ്ങൾക്ക് അവർ പറയുന്ന പേരതാണ്. അങ്ങനെ കൊമ്മിലെ ഹൗസകളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയച്ചു. ആ വിദ്യാർത്ഥികൾ ഇന്തോനേഷ്യയിൽ തിരിച്ചു വന്നവർ പ്രവർത്തിച്ചു. 1982 ഒരു ഷിയ ഉണ്ടായിരുന്ന ഇന്തോനേഷ്യയിൽ ഇന്ന് 50 ലക്ഷം ഷിയാക്കളുണ്ട്. അതിൽ 1 ലക്ഷം തങ്ങന്മാരാണ്, അഹ്ലുബൈത്താണ്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ഇന്തോനേഷ്യയിലെ ഷിയ പ്രബോധനത്തെക്കുറിച്ചു 500 പേജ് വരുന്ന ഒരു ഗവേഷണ പ്രബന്ധം എൻ്റെ കയ്യിലുണ്ട്. ആ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കിയത് ഇന്തോനേഷ്യയിലെ എല്ലാത്തരം ഷിയ ഇറാൻ പ്രവർത്തനങ്ങളുടെയും ഇറാൻ എംബസി അയച്ച കത്തുകളുടെ അടക്കം ഫോട്ടോസ്റ്റാറ്റ് അടക്കമുള്ള വളരെ വ്യക്തമായ ഒരു ഗവേഷണ പ്രബന്ധമാണ്. ഈ അടുത്ത കാലം വരെ ഒരൊറ്റ ഷിയ ഇല്ലായിരുന്ന സുഡാൻ, മലേഷ്യ, അൾജീരിയ, മൊറോക്കോ, ചാഡ്, സെനിഗൾ, മൗറിത്താനിയ, ജുസുറുൽ ഖമർ അഥവാ കമറോഷ് തുടങ്ങിയ, ചൈന, റഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ഷിയാക്കൾ ഇറാൻ്റെ പ്രോജക്റ്റിൻ്റെ ഫലമായി യൂണിവേഴ്സിറ്റി അടക്കം ഗാനയിൽ ഇറാൻ യൂണിവേഴ്സിറ്റികൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്, ഹോസ്പിറ്റലുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്,
പാഠശാലകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്, തൊഴിൽ പഠന കേന്ദ്രങ്ങൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. വലിയ ഫണ്ടിങ്ങോടുകൂടി അറബ് രാജ്യങ്ങളത്ര ഒന്നും സമ്പന്നമല്ല ഈ രാജ്യം. പക്ഷേ അവരുടെ മതം പ്രചരിപ്പിക്കുവാൻ വേണ്ടി ആ രാജ്യത്തെ ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊന്നിട്ടും ലോകത്തിൻ്റെ വരുന്ന 50 വർഷങ്ങൾ കൊണ്ട് ലോകം നമ്മുടെ കയ്യിലാകണമെന്ന ഉത്കടമായ അഭിലാഷം കൊണ്ട് ഇറാൻ ലോകത്തെ ഷിയാവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ കേരളത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ടാവും, കേരളത്തിലതൊന്നും നടക്കില്ലല്ലോ. കേരളത്തിൽ നടക്കും. കേരളത്തിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട് പഠനം നടത്തുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, അതിശക്തമായി കേരളത്തിൽ അണ്ടർഗ്രൗണ്ട് പ്രവർത്തനം നടത്തുന്നുണ്ട് ഷിയാക്കൾ. കേരളത്തിലെ മുസ്ലിം രാഷ്ട്രീയ സംഘടനകളിലും കേരളത്തിലെ മതസംഘടനകളിലും കേരളത്തിലെ ചിന്താ പ്രസ്ഥാനങ്ങളിലും അതീവ വേരോട്ടമുള്ള അതിശക്തരായ എഴുത്തുകാർ. നിങ്ങൾ ഒരുപക്ഷെ വിചാരിക്കും കേരളം വളരെ സമാധാനപരമായൊരു തുരുത്താണ്, കാരണം ഇവിടുത്തെ ഷിയായിസത്തെ എതിർക്കുന്ന സമസ്ത, മുജാഹിദ്, ജമാഅത്തൊക്കെ ഇവിടെ ശക്തമാണ്. ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ധാരയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. പക്ഷേ നിങ്ങളുടെ ആ വിശ്വാസം മൗഢ്യമാണ്. കാരണം ഈ സംഘടനയ്ക്ക് സമൂഹത്തിൽ ചെലുത്താൻ കഴിയാത്ത സ്വാധീനം ചെലുത്തുന്ന മുഖ്യധാര എഴുത്തുകാർ കേരളത്തിൽ ഇറാൻ അനുകൂലികളാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയില്ല, കാരണം നിങ്ങൾ കേൾക്കുന്നത് നിങ്ങളുടെ പണ്ഡിതന്മാരുടെ വയല് മാത്രമാണ്. അവർക്കിതൊന്നും അറിയില്ല, അവരതൊന്നും പഠിച്ചിട്ടുമില്ല, അവരെ കുറ്റപ്പെടുത്തുകയല്ല. അതുകൊണ്ട് തന്നെ കേരളത്തിലെ സമൂഹത്തെ സ്വാധീനിക്കുന്ന മുഖ്യധാര എഴുത്തുകാർ, ഞാൻ അവരുടെ പേര് ഇവിടെ പറയുന്നില്ല, അവർ ഈ ഇറാൻ്റെ പ്രോ സിമിക്കാരും ഇറാൻ അനുകൂലികളുമായ ആളുകളാണ്. ഞാൻ അവരോട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അവരുടെ വാദങ്ങൾ, അവരുടെ സഹാബികളെ പരസ്യമായി അപമാനിക്കുന്ന ലേഖനങ്ങൾ കേരളത്തിൽ ശക്തമായി രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹദീസിൻ്റെ നിഷേധം അത് ഇറാനിൽ നിന്ന് വന്നതാണ്. ഇന്ന് ഇറാൻ ഗവൺമെൻറ് കേരളത്തിലൊരു ഷിയാ പണ്ഡിതൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോൾ 1940കളിൽ ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് നമ്മൾ ചേകനൂരൊക്കെ അവലംബിച്ച അബൂ ഹുറൈറയുടെ അൽവാഉൻ അല സുന്നത്തിൽ മുഹമ്മദിയ എന്ന പുസ്തകവും അബൂ ഹുറൈറയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പുസ്തകവും, ഇത് ഈജിപ്തിലെ ഒരു ഷിയ രഹസ്യമായ ഷീയിസം സ്വീകരിച്ച ഒരു പണ്ഡിതൻ എഴുതിയ പുസ്തകമാണ്. ഹദീസ് നിഷേധത്തിൽ ചേകനൂരിൻ്റെ റെഫറൻസ് അതായിരുന്നു. ഈ പുസ്തകം 40 വർഷമായി ഇപ്പോഴും ഇറാൻ അവരുടെ ചെലവിൽ അടിച്ചുകൊണ്ട് ലോകത്തൊട്ടാകെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ഷിയാ പണ്ഡിതൻ്റെ വീട്ടിൽ പോയപ്പോൾ ഇയാളോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് എനിക്ക് ഇറാനിൽ നിന്ന് വന്നതാണ് എന്ന്. ഈ രീതിയിൽ ഇസ്ലാമിക സമൂഹത്തെ അതിരഹസ്യമായി കാർന്നു തിന്നുന്ന ഈ ഷിയ പ്രോജക്റ്റ് കേരളത്തിൽ ശക്തമാണ്. ആർക്കെങ്കിലും ഈ വിഷയം പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ആരാണിതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരോട് സ്വകാര്യമായ ആ വിഷയം പങ്കുവെക്കാവുന്നതാണ്. എല്ലാം പരസ്യമായി ഷിയാക്കളോട് ഏറ്റുമുട്ടുമ്പോൾ പരസ്യമായി പറയാൻ പറ്റൂല, കാരണം അവർ അതീവ രഹസ്യമായ പ്രോജക്റ്റുകളുമായി മുന്നോട്ട് പോകുന്ന വിഭാഗമാണ്. അപ്പോൾ കേരളത്തിലെ ചിന്തകന്മാരെയും ബുദ്ധിജീവികളെയൊക്കെ ഒരു സാംസ്കാരിക വിനിമയത്തിൻ്റെ ഭാഗമായിട്ട് പലരെയും ഇറാനിൽ കൊണ്ടുപോയിരുന്നു. അവരിവിടെ തിരിച്ചു വന്ന് ഇറാൻ അനുകൂലമായ ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതിയിരുന്നു. ഇതൊന്നും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് ലോകത്തൊട്ടാകെ ഇറാൻ പയറ്റുന്നൊരു പദ്ധതിയാണ്. ഞാനൊരിക്കൽ പാറ്റ്നയിൽ ഒരു പണ്ഡിതനെ, സുന്നി പണ്ഡിതനെ, ദയൂബന്ദി പണ്ഡിതൻ്റെ സ്ഥാപനം സന്ദർശിച്ചപ്പോൾ അയാൾ ഇറാനിൽ പോയി തിരിച്ചു വന്ന ആ ആവേശത്തിലാണ്. പാവം ഒരു ദയൂബന്ദി പണ്ഡിതനാണ്. പക്ഷേ ഇറാൻ്റെ യാത്രാ വിവരണം 15 ലക്കമായി അവിടുത്തെ ഒരു ഉറുദു പത്രത്തിൽ അയാൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇറാൻ്റെ മഹത്വം. ഈ രീതിയിൽ ബുദ്ധിപരമായി സമൂഹങ്ങളെ പിടികൂടുകയും സുന്നി സമൂഹങ്ങളെ ഷിയാവൽക്കരിക്കുകയും ചെയ്യുന്ന അതിഗുരുതരമായൊരു പ്രോജക്റ്റ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രോജക്റ്റിൻ്റെ 20-30 രാജ്യങ്ങളിലെ ഷിയാക്കളുടെ പ്രോജക്റ്റിനെ കുറിച്ച് തുർക്കിയിൽ നിന്ന് ഇറങ്ങിയൊരു പുസ്തകമാണിത്. ഈ രാജ്യങ്ങളിൽ എന്തൊക്കെയാണ് ഷിയാക്കൾ ചെയ്യുന്നത് എന്നത് വളരെ വ്യക്തമായിട്ട് ഈ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. എങ്ങനെയാണ് സുന്നി സമൂഹത്തിൽ നുഴഞ്ഞു കയറുന്നതും അവരെ വഴിവേൽപ്പിക്കുന്നതും, സൗദി മുതൽ യമന് മുതൽ സിറിയ മുതൽ ബഹ്റൈൻ മുതൽ കുവൈത്ത് മുതൽ അറബ് റഷ്യ, ഇറാഖ്, ഇറാൻ, സിറിയ, പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ മുഴുവൻ രാജ്യങ്ങൾ, മൗറിത്താനിയ, അൾജീരിയ തുടങ്ങിയ മുഴുവൻ, സിറാലിയോൺ,
ഒരുപാട് അറബ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഷിയ അവസാനം കേരളത്തിൽ ദൗറു സഫ നുഫൂദുൽ ഇറാനി ഫി വിലായത്തി കേരളത്തിലെ ഇറാൻ സ്വാധീനം വരെ പുസ്തകത്തിൽ പ്രതിപാദിക്കുക. പിന്നെ തുർക്കിയിൽ നിന്ന് ഷിയായിസത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടക്കുന്ന ഉമയ്യ ഫൗണ്ടേഷൻ ഇറക്കിയൊരു പുസ്തകമാണത്. ഇതുപോലുള്ള പഠനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയും നമ്മുടെ മതം അല്ലെങ്കിൽ നമ്മുടെ ആദർശം നമ്മുടെ പ്രവർത്തനം കൊണ്ട് വളരെ വളരെ സുരക്ഷിതമാണ് എന്ന മൗഢ്യധാരണകൾ തിരുത്തുകയും ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ അതീവ രഹസ്യവും ആസൂത്രിതവുമായ പദ്ധതികളെ മനസ്സിലാക്കുകയും അതിന് യുവതലമുറയെ അതിനെ നേരിടാൻ തയ്യാറാക്കുകയും ചെയ്യുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇതുപോലുള്ളൊരു വളരെ ചെറിയ ഹ്രസ്വമായൊരു വേദിയിൽ ഇതുപോലുള്ളൊരു വളരെ വലിയൊരു വിഷയം ചർച്ച ചെയ്യുവാനുള്ള പരിമിതി നിങ്ങളുടെ മുന്നിൽ അറിയിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ രീതിയിൽ എല്ലാ പൊതുജനങ്ങളെയും വിളിച്ചിട്ട് പറയുന്ന രീതിയിലല്ലാതെ വിഷയം പഠിക്കാനും അതിനെ നേരിടാനും തയ്യാറുള്ള വൈജ്ഞാനിക സമൂഹത്തെ നമുക്ക് നൽകുകയാണെങ്കിൽ അവരെ ആ വിഷയത്തെ ബോധ്യപ്പെടുത്തുവാനും സജ്ജരാക്കുവാനും ഇൻഷാ അല്ലാഹ് നമുക്ക് ഒന്നായി പ്രവർത്തിക്കാം. അള്ളാഹു ഇസ്ലാമിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഈ ശത്രുക്കളെ അവരുടെ കുതന്ത്രങ്ങളെ തിരിച്ചറിയുവാനും പ്രതിരോധിക്കുവാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വാഹൃദാവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.